ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ന് നടന്ന ഓണം എക്സാം ബയോളജിയുടെ ഒരു ചെറിയ അവലോകനമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നടന്ന ബയോളജി ഓണം എക്സാമിൻ്റെ പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. പേപ്പറിനെ പറ്റി പൊതുവേ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് പേപ്പറാണ്. ഇപ്പോൾ ബോട്ടണി ആയാലും സുവോളജി ആയാലും ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോയി തലേദിവസം പഠിച്ച് പോയി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേപ്പറല്ല. അത്യാവശ്യം കോൺസെപ്റ്റ്സിന് ഉള്ളെന്ന് ചോദിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ എനിക്ക് കൂടുതലും കുറച്ച് ടഫായിട്ടുള്ള തോന്നിയത് ബോട്ടണിയാണ്. സുവോളജിയും അത്ര സിമ്പിൾ പേപ്പറൊന്നും ആയിരുന്നില്ല, പക്ഷേ അത്യാവശ്യം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബോട്ടണി ബയോടെക്നോളജി ആ ഒരു ഭാഗമൊക്കെയാണ് ഞാൻ അധികം പഠിക്കാനിരുന്നത്. അപ്പോൾ അതുതന്നെയാണ് അത്യാവശ്യം ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നതും. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ബോട്ടണി പാർട്ട് എ, നെയിം ദ 2 cells പ്രസൻറ്റ് ഇൻ മെച്വർ പോളൻ ഗ്രെയിൻ. അത് വെജിറ്റേറ്റീവ് സെൽ, ജനറേറ്റീവ് സെൽ, അതാണ് ഞാൻ എഴുതിയത്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടപ്പീറ്റം. മൂന്നാമത്തെ ഔട്ട് ബ്രീഡിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റിയാണ്. പിന്നെ നാലാമത്തെ ഓപ്ഷൻ ജെൽ ഇലക്ട്രോഫോറസിസ്. പിന്നെ അഞ്ചാമത്തെ അത് ടെട്രാസൈക്ലിനാണ് തോന്നുന്നു. ഞാൻ ക്യാനാമൈസിൻ അങ്ങനെ എന്താണ് എഴുതിയത്. ഇതിൽ 3 എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ഈ ഒരു സെക്ഷനാണ് എനിക്ക് പണി കിട്ടിയത്. കാരണം 11 ക്വസ്റ്റ്യൻ നമുക്ക് 9 ക്വസ്റ്റ്യൻ നമുക്ക് സെലക്ട് ചെയ്ത് എഴുതേണ്ടതുണ്ട്. അതാണെങ്കിൽ പിന്നെ ബയോടെക്നോളജിയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കുറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഇമാസ്കുലേഷൻ. ഓക്കെ, അത് അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എനിക്ക് പെട്ടെന്ന് സിംഗമി എന്ന് പറഞ്ഞിട്ട് കത്തിയില്ല, പിന്നെ മനസ്സിലായി ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇത് വെച്ചിട്ട് അത് എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് 2 അഡ്വാൻറ്റേജസ് ദാറ്റ് സീഡ്സ് ഓഫേഴ്സ് ടു ആൻജിയോസ്പേംസ്. ഇതിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ എന്നാലും നമ്മുടെ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു 2 പോയിൻ്റാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, കിട്ടുമെന്ന് വിചാരിക്കാം. പിന്നെ അപ്പോമിക്സിസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു പ്ലാൻ ഫാമിലി ഞാൻ സിട്രസ് ഫാമിലി എന്നാണ് എഴുതിയത്, പക്ഷേ ആൻസർ കീയിൽ വേറെ എന്തോണ് കണ്ടത്, ആസ്ട്രേഷ്യ എന്നെന്തോ കണ്ടത്, എന്താണെന്ന് അറിയില്ല. പിന്നെ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അഡ്വാൻറ്റേജും ചോദിച്ചിട്ടുണ്ട്, അതും എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡയഗ്രാം ക്വസ്റ്റ്യൻ എന്താണ് എപ്പിക്കോട്ടൈൽ, അത് പിന്നെ കോട്ടിലിടറിന് മേലെയുള്ള എംബ്രിയോണൽ ആക്സിസിൻ്റെ ഭാഗം, അതാണ് ഞാൻ എഴുതിയത്. അതേപോലെ പിന്നെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് കോളിയോറൈസ് അടിയുള്ളതുകൊണ്ട് തന്നെ കോളിയോപ്റ്റൈൽ അങ്ങനെ കണക്ട് ചെയ്ത് എഴുതിയതാണ്. പിന്നെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ കോളിയോപ്റ്റൈലാണ് ഞാൻ എഴുതിയത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെയാണ് ബയോടെക്നോളജി തുടങ്ങിയത്. വാട്ട് ഈസ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് മെൻഷനിങ് 2 ബയോടെക്നോളജിക്കൽ പ്രൊഡക്ട്സ് മാനുഫാക്ചേർഡ് യൂസിങ് ദിസ് ടെക്നിക്. പിന്നെ ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ അത്യാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ബൈഹാർട്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഓൺവേർഡ്സിലാണ് എഴുതിയത്, എന്താണെന്ന് അറിയില്ല. പിന്നെ ബയോടെക്നോളജിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയത് ഈക്കോ R1 PBR 322 ഒക്കെയാണ് എഴുതിയത്. അങ്ങനെ അതുതന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അടുത്ത എൻസൈംസ് റെസ്ട്രിക്ഷൻ എൻസൈമും ലിഗേസ് എൻസൈം, പിന്നെ അതിൻ്റെ റോൾസ് എഴുതിയാൽ മതി. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ അറിയായിരുന്നു, പക്ഷേ അതിൻ്റെ ഫങ്ഷൻസ്ക്ക് അപ്പോൾ ഓർമ്മ വന്നില്ല. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഏകദേശം സ്കിപ്പ് ചെയ്ത പോലെയാണ്. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ ജെൽ ഇലക്ട്രോഫോറസിൻ്റെ ഈ ഒരു DNA ഫ്രാഗ്മെൻറ്റ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആനോഡിക്ക് അട്രാക്റ്റ് ആവും. പിന്നെ UV റേഡിയേഷൻ, അതേപോലെ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെയിൻ, അത് ഓക്കെ ആയിരുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ അതിന് പിന്നെ 3 മാർക്കിൻ്റെ സെഷനായി. അത് 17ാമത്തെ ക്വസ്റ്റ്യൻ ഇത് 3 മാർക്കിന് ചോദിക്കാനുള്ളതാണെന്ന് എനിക്ക്, കാരണം പ്ലേസ് ഫോർ ലേയിങ് എഗ്സ് എന്നാണ് ഞാൻ എഴുതിയത്. അത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, കാരണം അത്രയ്ക്കൊക്കെ എഴുതാനുണ്ടായില്ല. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. 19ഉം ഒരു 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡ്, അത് എന്തൊക്കെയോ എണ്ണമൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ 20ഉം എഴുതിയിട്ടുണ്ട്, മീൻസ് ഓക്കെ എഴുതിയിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ, ഇൻട്രൊഡക്ഷൻ, പിന്നെ പ്രോജനിയിലേക്ക് പാസ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ സുവോളജി പേപ്പർ. മൊത്തത്തിൽ 2 മാർക്കിൻ്റെ സെഷനാണ് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് കുഴച്ചത്. പിന്നെ സുവോളജി ഓക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ക്വാണ്ടമാണ്, ബാക്കിയെല്ലാം റീയൂസബിൾ ആണ്.
കോണ്ട മാത്രം അതിൽ ഓഡ് വൺ ഔട്ട്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലാൻസ് പെനീസ് ആണ് അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ അലീൽസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ രണ്ട് ആൻസർ വരാം. ഒന്നെങ്കിൽ നമുക്ക് ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ മെയിൽ ഹോമോഗ്യാമിറ്റി എന്നും പറയാം. ഓക്കെ, അത് ഓക്കെ ആയിരുന്നു, ആ സെഷൻ ഓക്കെ ആയിരുന്നു. പിന്നെ അടുത്തത് എന്താ, ഇത് സ്പെർമിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ അക്രോസോം, അതാണ് ആൻസർ. പിന്നെ അടുത്തത് STIs. പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്ടോപിക് പ്രഗ്നൻസി, സ്റ്റിൽ ബർത്ത്, ഇൻഫെർട്ടിലിറ്റി, അങ്ങനെ കുറേ ഇതുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. പിന്നെ ST ക്യൂറബിൾ അല്ലാത്തത് എന്താണ്, ഹെപ്പറ്റൈറ്റിസും എയ്ഡ്സും പിന്നെ ജെനൈറ്റൽ ഹെർപ്പീസ്, അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ എയ്ഡ്സും മറ്റേ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് എഴുതിയത്. പിന്നെ സ്പെർമിയേഷനും സ്പെർമിയോജെനസിസും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് നോക്കി പോകണം. കാരണം ഒന്നെന്ന് പറയുന്നത് എന്താണ്, റിലീസ് ഓഫ് സ്പേംസ് ടു സെമിനിഫറസ് ട്യൂബ്യൂൾസ്. പിന്നെ സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ടു സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ്, അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ അടുത്തത് പുന്നറ്റ് സ്ക്വയർ വെച്ചിട്ട് ആ ഒരു ഇത് നമുക്ക് ഇതാക്കാനുള്ളതാണ്, എന്താണ്, മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാ ബ്ലഡ് ഗ്രൂപ്പും പോസിബിൾ ആണ്. എ കിട്ടും, ബിയും കിട്ടും, AB കിട്ടും, O ഗ്രൂപ്പും കിട്ടും. പിന്നെ അടുത്ത മാച്ച് ദ ഫോളോയിങ്. അതൊക്കെ കുറച്ച് ഉള്ളെന്നാണ് ചോദിച്ചത് എന്ന് തോന്നുന്നു. എല്ലാം മീൻസ് അങ്ങനെ പെട്ടെന്ന് പഠിക്കുന്നവർക്കൊന്നും കിട്ടില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു മാച്ച് ദ ഫോളോയിങ്. പിന്നെ എന്താ അടുത്തത് ട്യൂബെക്ടമി, വാസെക്ടമി. പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ആ ഒരു ഡിഫറൻസ്, ഒരൊറ്റ ഡിഫറൻസാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആ ഒരു ഒന്നിൽ ഫാലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യും, മറ്റേൽ വാസ് ഡിഫറൻസ്. അടുത്തത് പിന്നെ 4 ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഒരു ലെവലുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ തന്നെയായിരുന്നു എല്ലാം. പിന്നെ MTP എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അത് പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതിൽ സേഫ് ഡ്യൂരിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആ തേർഡ് വെട്ടിയിട്ട് ഫസ്റ്റ് എഴുതിയാൽ മതി. പിന്നെ അടുത്തത് മറ്റേ മെൻസ്ട്രൽ സൈക്കിൾ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ എൻസൈംസ് ഹോർമോൺസിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എല്ലാം ഒരു 1 വേർഡ് ആൻസറാണ് വരുന്നത്. പിന്നെ പിന്നെ അടുത്തത് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ, അതെങ്ങനെയാണ് ചെയ്യണത്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ കുറച്ച് കൂടുതൽ എഴുതിയിട്ടുണ്ട്. സംഭവം ആ ഒരു സ്പേമും ഓവവും മീറ്റ് ചെയ്യാണ്ടിരിക്കാൻ അതെല്ലാം ബാരിയർ അല്ല, എല്ലാ എന്താണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സും അത് തന്നെയാണ് ചെയ്യണത്. അത് നാച്ചുറൽ മെത്തേഡ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ അറിയില്ല. പിന്നെ അടുത്ത അതിന് 3 മാർക്കിൻ്റെ സെഷനും സുവോളജി അത്യാവശ്യം ഓക്കെ ആയിരുന്നു തോന്നുന്നു. ഈ മീൻസ് അത്യാവശ്യം പഠിച്ചൊക്കെ ഒരു ഓക്കെ ആയിരുന്നു. IVF എന്ന് പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ET എന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ. പിന്നെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഇത്തിരി സ്പെസിഫിക് ആയിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കണം. പിന്നെ അതിന് ഡിഫറൻഷ്യേറ്റും ചെയ്യണം. അത്യാവശ്യം വായിച്ചാലേ കിട്ടുള്ളൂ. ZIFT, സൈഗോട്ട് ഇൻട്രാ ഫെല്ലോപ്പിയൻ ട്രാൻസ്ഫറും പിന്നെ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫറും, അങ്ങനെ 2 ഡിഫറൻസ് അത് എഴുതിയാൽ മതി. പിന്നെ അടുത്തതിൽ എനിക്കത് എന്താ സംഭവം മനസ്സിലായിട്ടില്ല, ആ ഒരു പാഠം നേരെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് എഴുതിയത്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ്, ആ ഒരു ജീനോടൈപ്പിക് റേഷ്യോ കണ്ടുപിടിക്കാനല്ലേ, അതാണ് ഞാൻ എഴുതിയത്. പിന്നെ അടുത്തത് ആ ഒരു ഫസ്റ്റത്തെ 2 എണ്ണമാണ് തെറ്റ്, അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ആദ്യത്തേൽ ബ്ലാസ്റ്റോസിസ്റ്റിന് പകരം മോറിയില്ല. പിന്നെ അടുത്തത് ഫീമെയിൽ ആക്സസറി ഗ്ലാൻഡ് അല്ല, മെയിൽ. അത് അത്യാവശ്യം വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ പിന്നെ ശരിയുമാണ്. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് IUD, അത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. പിന്നെ അതിൻ്റെ ടൈപ്സും എക്സാമ്പിൾസും, അത് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബയോളജി പേപ്പർ. അപ്പോൾ നമുക്ക് ഇനി വരാനുള്ള പേപ്പേഴ്സൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഒക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ടാകും. ഏകദേശം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓൺ എക്സാമിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് മാത്സിൻ്റെ കൂടെ ആണെങ്കിൽ അത്യാവശ്യം സീനായാണ്, നല്ല രീതിയിൽ സീനായാണ്. കാരണം മാത്സും നമ്മൾ നേരെ നോക്കിയിട്ടുണ്ടാവില്ല, ബയോളജി നേരെ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം ടഫാണെന്നാണ് പലരുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച കെമിസ്ട്രിക്ക് എല്ലാവരും 2 ദിവസം, അല്ലെങ്കിൽ കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് 3 മെയിൻ സബ്ജക്ട്സ് ഉണ്ട്. പിന്നെ 2 ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എവിടെ എത്തി എന്നൊക്കെ നോക്കിയിട്ട് സമയത്തിനനുസരിച്ച് പഠിക്കുക. ബൈ.